വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിൽ ജലസ് ആകുന്ന വ്യക്തി ആരാണ്, അവരുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവർ ജലസ് ആകാനുള്ളൊരു കാരണം എന്നൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് റെസൊനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ജലസായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ തകർച്ചകളുണ്ട്, അല്ലെങ്കിൽ ഉയർച്ചയില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് എന്ത് ചെയ്തിട്ടും ഒരു ഡൗൺഫോളിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ആ വ്യക്തിയുടെ കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഉയർച്ച അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ജലസായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് ലൈഫിലുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ട്. ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടൊരു ജലസായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങൾ ചിലപ്പോൾ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിട്ട് ഡിസ്റ്റർബ് ആക്കുന്നത്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടിയും നിങ്ങളെ ആയിട്ട് ജലസ് ആകാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും അത്ര ഫേവറബിൾ ആയ കാര്യങ്ങളൊന്നും ആകണമെന്നില്ല നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അതെല്ലാതും പോസിറ്റീവായിട്ട് കൂടുതലുമായിട്ട് നിങ്ങൾക്ക് ഇമോഷണൽ തലത്തിൽ സപ്പോർട്ട് മറ്റുള്ളവരുടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ തലത്തിൽ നിങ്ങൾ ഒരുപാട് സക്സസ് ആയി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു കഴിവാണ് ആ വ്യക്തിനെ സംബന്ധിച്ചിട്ട് ഒരു ജലസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇൻ ഫ്യൂച്ചറിലായാലും ആ ഒരു പാറ്റേൺ ഇപ്പം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ആ ഒരു വ്യക്തിയുടെ ഒരു ജലസ് പാറ്റേണിലോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധികം നാളത്തേക്ക് ഉള്ളതല്ല, ഒരു കാർമിക് ലെസൺ അല്ലെങ്കിൽ ഒരു കാർമിക് പാറ്റേൺ ആണ് ഇവിടെ എൻഡ് ആകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സൈക്കിള് ഇവിടെ എന്തായാലും ബ്രേക്ക് ആകുന്നുണ്ട്. അപ്പോൾ അത് മേ ബി നിങ്ങളുടെ ഒരു നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു ഈവിളായിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ജലസി എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം ഈ ഒരു അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ലൈഫിൽ കിട്ടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ചിലപ്പോൾ നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കാം, ഇമോഷണൽ തലത്തിൽ നിങ്ങൾ സ്റ്റേബിളായി നിൽക്കുന്നതായിരിക്കാം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയാം.